ഹലോ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റീൽ കണ്ട് കുറച്ച് പേരൊക്കെ നമ്മളോട് ചോദിച്ചായിരുന്നു, ഇതെന്താ നിങ്ങളുടെ സാമ്പാർ റൗണ്ട് പീസൊക്കെ കിടക്കുന്നതെന്ന്. ദേ ഈ കാണുന്നത് ഐറ്റം വൈറ്റ് റാഡിഷ്. ആകെ കാണാൻ നമ്മുടെ ക്യാരറ്റിന്റെ കസിൻ പോലെ ഇരിക്കും, പക്ഷെ ടേസ്റ്റ് ഒരു സാമ്യവും ഇല്ല. അപ്പൊ നമുക്ക് റാഡിഷ് സാമ്പാറിന്റെ റെസിപ്പി ഉണ്ടാകോ? ആദ്യം നമുക്ക് ഒരു പിടി ഷാലറ്റ്സ് എടുത്ത് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെക്കാം. അതിനുശേഷം ഒരു കടായി സ്റ്റവിൽ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച ശേഷം കുറച്ച് ഉഴുന്നും ചെറിയ ജീരകവും കടുകും ഇട്ട് പൊട്ടിക്കണം. വറ്റമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി കൂടി ഇതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റിന് ശേഷം നീളത്തിനരിഞ്ഞ് 1-2 സവാള കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം. സവാള ഒരുപാട് ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. ഒരു 2-3 മിനിറ്റിന് ശേഷം തന്നെ നമുക്ക് നെടുകെ കയറിയ 1-2 പച്ചമുളകും നമ്മൾ നേരത്തെ തന്നെ കനം കുറച്ച് വട്ടത്തിനരിഞ്ഞു വെച്ച റാഡിഷും ഇതിനൊപ്പം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വിട്ടുപോയൊരു മെയിൻ സ്റ്റെപ്പ് ഉണ്ട്. ഈ പണി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാമ്പാറിനുള്ള പരിപ്പ് നമ്മൾ വേവിച്ച് വെക്കണം. ഇനി നമുക്ക് ഈ മിക്സിയോട്ട് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് കായപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. റാഡിഷ് കുറച്ചൊന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് സാമ്പാർ പൊടിയും. സാമ്പാർ പൊടി കയ്യില്ലാത്തവർ മറ്റുള്ള മസാല ഇടുമ്പോൾ കുറച്ച് കൂട്ടിയിട്ടേക്കണേ. ഫൈനലി നമുക്കൊരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി കൂടി ചേർക്കാം. ഇനി നല്ലപോലെ ഈ മിക്സ് ഒന്ന് വഴട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിനുള്ള പുളി കൂടി വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ച സാമ്പാർ പരിപ്പ് കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ഗൈസ്, സാമ്പാർ പരിപ്പ് വേവിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു കുഞ്ഞു ടൊമാറ്റോ ആഡ് ചെയ്തിരുന്നു കേട്ടോ. ഈ മിക്സ് ഒന്ന് നല്ലപോലെ ബോയിൽ ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നീളത്തിന് കട്ട് ചെയ്ത ഒരു കുഞ്ഞു ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഗൈസ്. ഒരു കൈപ്പിടി നിറയെ മല്ലിയില കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, സാമ്പാർ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി കുറച്ചും കൂടി കട്ടിയാകും. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി അല്ലെങ്കിലും ഒരു ലേശം കൂടുതൽ ചേർത്തേക്കണേ. ചൂട് വെള്ളം തന്നെ ചേർക്കുകയും വേണം. ഇനിയിപ്പോൾ എന്താ, ദോശയുടെയോ ഇഡലിയുടെയോ ചോറിൻ്റെ കൂടെയോ കൂട്ടി ഒരു ഉഗ്രം പിടി അങ്ങ് പിടിക്കാം. സൂപ്പറാണ് ഗൈസ്.